തെരുവുനായ പ്രശ്നത്തിന് മാനുഷിക പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് കരുത്തേകി കാവൽ കൂട്ടായ്മയുടെ ഡോഗ് ഷെൽട്ടറിൽ നിന്ന് മറ്റൊരു നായക്കുഞ്ഞിനു കൂടി സ്നേഹഭവനം. പ്രശസ്ത റാപ്പർ വേടൻ ഏറ്റെടുത്ത നായക്കുഞ്ഞിന് ജാനു എന്ന് പേരിട്ടു. മലയാളത്തിലൊരു പേര് പറയും. മലയാളത്തില് ടിൻഡു പറയല്ലോ. ടിൻഡുവിന്റെ പേര് പറഞ്ഞേ. പെണ്ണായി എന്താ സിംബ എല്ലാവർക്കുള്ള പേരല്ലേ? ജാനു. ജാനു കൊള്ളാം. പ്രശാന്ത് കുന്നത്ത് വക്കീല് ആണ് പേരിട്ടാണ്. അപ്പൊ ജാനു മോളനെ നമ്മൾ അങ്ങോട്ട് എടുക്കാണ്. ജാനു ബുദ്ധനെ കൂട്ടായിട്ടിരിക്കട്ടെ. തെരുവുനായ പ്രശ്നത്തിന് മാനുഷിക പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കാവൽ കൂട്ടായ്മയുടെ ഡോഗ് ഷെൽട്ടറിൽ നിന്ന് 33ാമത്തെ നായക്കുഞ്ഞിനും പുതിയ വീട് ലഭിച്ചു. പുഴയ്ക്കൽ റിവർ ടൂറിസം വില്ലേജിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത റാപ്പർ വേടനാണ് ഒരു പെൺനായക്കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത്. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ അക്കരയിൽ നിന്ന് 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു നായക്കുഞ്ഞിനെ വേടൻ സ്നേഹപൂർവ്വം കൈകളിലെടുത്തത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് പ്രമോദ് നിർദ്ദേശിച്ച ജാനു എന്ന പേരാണ് നായക്കുഞ്ഞിന് വേടൻ നൽകിയത്. ഇതോടെ ജാനുവിന് സ്വന്തമായി ഒരു വീടും കുടുംബവും സ്നേഹവും കരുതലും ലഭിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പിന്തുണയാണ് കാവൽ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്താകുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഇതുവരെ 33 നായക്കുഞ്ഞുങ്ങൾക്ക് സ്നേഹഭവനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞതായും അവർ വ്യക്തമാക്കി. തെരുവുനായ വിമുക്ത ഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര കൂടുതൽ ശക്തമായി മുന്നേറുകയാണെന്നും ഒരു കുഞ്ഞിന് സ്നേഹഭവനം നൽകുമ്പോൾ ഒരു ഗ്രാമത്തിന് പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നതെന്നും സംഘാടകർ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ സിനിമാ താരം ഗോപാലൻ അഡാട്ട്, പുഴയ്ക്കൽ ബാരിസ്റ്റർ ക്ലബ് ഭാരവാഹികൾ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തകർ, കാവൽ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ.